നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഉച്ചയൂണിൻ്റെ ഒരുക്കങ്ങളാണ്. അതായത് ഒരു കേരള സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ്. അപ്പം അതിനായിട്ട് ആദ്യം അവിയലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഒരു 1 പോട്ട് രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇതിനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പും കൂടെ ഇട്ടിട്ട് 1 പോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് ഇടാനാണ്. അപ്പോൾ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങയും ജീരകവും പച്ചമുളകും അത് ഒന്ന് അരച്ച്, അതായത് നമ്മൾ അവിയലിന് ഒതുക്കിയെടുക്കുമല്ലോ, മിക്സി ജാറിലൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൽ ചേർത്ത് പിന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പ്രഷർ കുക്കറിൽ വെക്കണം. അത് 1-2 വിസിൽ മതിയാവും. നമ്മൾ കഷ്ണങ്ങൾ നുറുക്കിയിരിക്കുന്ന അനുസരിച്ചിട്ട് തീരെ കനം കുറച്ചാണെങ്കിൽ 1 വിസിൽ മതിയാവും, അല്ലെങ്കിൽ 2 വിസിൽ. അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒന്ന് ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിനായിട്ട് ക്യാബേജൊക്കെ വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള അരപ്പിനായിട്ട് തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും പച്ചമുളകും 1-2 വലിയ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് പിന്നെ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി അത് കഴിഞ്ഞൊന്ന് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. ക്യാബേജിന് അധികം വേവില്ല, 2-3 മിനിറ്റ് ആയാലും മതിയാവും. അപ്പോൾ അതിനിടയിൽ പ്രഷർ കുക്കറിൽ വിസിലൊക്കെ വന്ന് ഏകദേശം റെഡിയായിരുന്നു. ഒന്നും കൂടെ വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അവിയൽ അവിടെ റെഡിയാവും. അപ്പോഴേക്കും ഇവിടെ ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാവും. ക്യാബേജ് തോരനിൽ ഈ അരപ്പ് ചേർക്കുന്ന സമയത്താണ് ഉപ്പും ആ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് റെഡിയാവും. പിന്നെ അവിയലിൻ്റെ കാര്യത്തിൽ ഞാൻ തൈര് ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ കഷ്ണങ്ങളുടെ കൂടെ തന്നെ മാങ്ങ ചേർത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത ഒരു 3-4 കഷ്ണം മാങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ തൈര് ചേർക്കാത്തത്. ഇനി ഒരു ഒഴിച്ചുകറിയായിട്ട് ഒരു മോര് കാച്ചാനാണ് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് കഴിയാൻ. അത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു മോര് കാച്ചൽ. അപ്പോൾ അതിന് പഴുത്ത മാങ്ങാ കഷ്ണങ്ങളും അതിന് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി വെച്ചിരിക്കുന്ന തൈരാണ്. അപ്പോൾ ആ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. താളിക്കുന്നതിന് മുന്നായിട്ട് തന്നെ പപ്പടം കാച്ചണം. പപ്പടം കാച്ചിട്ടാണ് താളിക്കുന്നത്. താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളകിന് പകരം ഞാനിവിടെ ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കറിവേപ്പില, പിന്നെ അല്പം കായപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ടാണ് താളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ താളിപ്പ് നമ്മുടെ മാങ്ങാക്കറിയിൽ ഒഴിച്ചാൽ നമ്മുടെ മാങ്ങ മോര് കാച്ചിയതും റെഡിയായി. അപ്പോൾ അതാണ് ഒഴിച്ചു കറി. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഊണ് വിളമ്പാം. ഊണിനായിട്ട് ചോറ്, ക്യാബേജ്, പിന്നെ ചാറുകറിയായിട്ട് മാങ്ങ മോര് കാച്ചിയത്, അവിയൽ, പിന്നെ പപ്പടം, പിന്നെ അച്ചാർ, ഉലുവ മാങ്ങ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാങ്ങ അച്ചാറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്